ഹലോ, വെൽക്കം ബാക്ക് ടു ജെ ഫോർ ജേണി. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളെ ഖത്തറിലായിരുന്ന സമയത്ത് ആഗ്രഹിച്ച കാര്യങ്ങളിലൊന്നാണ് നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ പറമ്പിൽ പോയിട്ട് അപ്പച്ചനമ്മയും കൃഷി ചെയ്ത പയറ് വിളവെടുക്കണം എന്നുള്ളത്. വിളവെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് പൊട്ടിക്കുക. ഓരോ നാട്ടിലും ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലാണല്ലോ പറയുക. അപ്പൊ ഞങ്ങള് ഇതിനെ പറയുന്നത് പയറ് പൊട്ടിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ പയറ് പറിക്കുക എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ നാട്ടില് തൃശ്ശൂര് പയറ് പൊട്ടിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ദേ അങ്ങനെ പയറ് പൊട്ടിക്കാനായിട്ട് ഞങ്ങൾ ദേ പറമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പയറിന്റെ വിളവെടുക്കലാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷവും അപ്പച്ചനും അമ്മയും ഇതുപോലെ പയറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ പയറുണ്ടാവുകയും ചെയ്തു കേട്ടോ. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം ഇത്തവണ നാട്ടിൽ വരുമ്പോ എന്തായാലും ഞങ്ങൾക്കും പയറ് വിളവെടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് കാരണം അപ്പച്ചനും അമ്മയും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് വിളവെടുക്കാവുന്ന രീതിയിലാണ് കേട്ടോ പയർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും സക്സസ് ആയി. കാരണം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പയറൊക്കെ ഉണ്ടായി വിളവൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടോ. ഇത്തവണ കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്തത് കൊണ്ട് കഴിഞ്ഞ വർഷത്തെ അത്രയും ഉഷാറായിട്ട് പയർ ഉണ്ടായിട്ടില്ലെങ്കിലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ പയർ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കിത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ ദേ ഇത് നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് വള്ളിപ്പയറിന് പന്തലിട്ട് കൊടുത്തതാണ്. ഇപ്പൊ ദേ നല്ല രീതിയിൽ വള്ളിപ്പയറൊക്കെ പടർന്നിട്ടുണ്ട്. അതുമ്മ പയറും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വള്ളിപ്പയറിന്റെ നീളം കണ്ടിട്ട് ജോക്കുനും മാൾട്ടിക്കും ഭയങ്കര അത്ഭുതവും അതിശയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരാദ്യമായിട്ടാണ് ഇത്രയും നീളത്തിലുള്ള പയർ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നേ. അങ്ങനത്തെ പയറാ ചോക്ക. വള്ളിപ്പയറിനെ തൊട്ടും തലോടിയും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞിട്ടും ജോക്കുനും മാൾട്ടിക്കും മതിയാവുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും കുറെ നേരം അതിന് ചുറ്റുമായിരുന്നു. എത്ര കണ്ടിട്ട് അവർക്ക് മതിയാവാതെ പിന്നെയും അവിടെ പോയി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ദേ നമ്മുടെ പയറ് പൊട്ടിക്കല് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് പയറൊക്കെ നമ്മൾ പൊട്ടിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഉണങ്ങിപ്പോയിട്ടാ. കുറച്ച് ദിവസം അടുപ്പിച്ച് കുറച്ച് വെയിലുണ്ടായിരുന്നു. അപ്പൊ നമ്മളും നല്ല തിരക്കിലായിരുന്നു. അത് കാരണം നമുക്കും സമയത്തിന് വന്ന് പൊട്ടിക്കാനായിട്ട് പറ്റിയില്ല. ഞങ്ങളെക്കാൾ ആവേശം ജോക്കുനും മാൾട്ടിക്കായിരുന്നു കേട്ടോ പയറ് പൊട്ടിക്കാനായിട്ട്. അവര് ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എനിക്കും സ്വത്തിനായാലും ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിക്കാനും കൃഷി ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ദേ ഈ കാണുന്നതൊക്കെ നമ്മുടെ പറമ്പിലുള്ള കൃഷികളൊക്കെ തന്നെയാണ്. കൊള്ളിയുണ്ട്, വാഴയുണ്ട്, ഇഞ്ചി, മഞ്ഞള്, കൂർക്ക, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. ഇതൊക്കെ അപ്പച്ചനും അമ്മയും തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ മറ്റു ജോലികൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ഇത്തരം കൃഷികളൊക്കെ അവർ ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെയാണ് കേട്ടോ. കാരണം അത്രമാത്രം കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്. സ്ഥിരമായിട്ട് കൃഷിപ്പണി ചെയ്യുന്നവരെക്കാള് മറ്റു ജോലികൾക്കിടയിൽ സമയം കണ്ടെത്തിയും ഒഴിവ് സമയം ഉണ്ടാക്കിയും ഒക്കെ കൃഷിക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് ഇത്തരം കൃഷികൾ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൃഷികളൊക്കെ ഇപ്പൊ കുറഞ്ഞു വരാണ്. പലർക്കും കൃഷി ചെയ്യാൻ താല്പര്യമില്ലായ്മ, സമയമില്ലായ്മ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാരണങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പച്ചനും അമ്മയും കൃഷിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം സമയവും അധ്വാനം ഒക്കെ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെ തോന്നുകയാണ് കേട്ടോ. കാരണം നല്ല പോലെ അധ്വാനം വേണ്ട ഒരു കാര്യം തന്നെയാണ് കൃഷി. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ വിളവൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പയറ് പൊട്ടിക്കുന്നതിനിടയിൽ ജോക്കുനും മാൾട്ടിക്കും ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനെ കുറിച്ച്. അപ്പൊ അതൊക്കെ അവര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ അതിന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൂട്ടായിട്ട് നിന്നാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് പൊട്ടിച്ചു കൊണ്ടുപോയി അന്ന് തന്നെ ഞങ്ങളിത് കറി വെച്ചു കേട്ടോ. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. നമ്മള് സ്ഥിരമായിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന പയർ കഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത പയർ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് അടുത്ത വെക്കേഷൻ ആവണം ഈ ഒരു നാടൻ പയർ കഴിക്കാനായിട്ട്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ കൃഷികൾ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് പയർ കൃഷി ചെയ്യാനായിട്ട് അപ്പച്ചനോട് അമ്മോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എൻ്റെ ഈ സ്വത്തിന് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇത്തരം കൃഷികൾ കണ്ടും മണ്ണിലിറങ്ങി കളിച്ചൊക്കെയാണ് വളർന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോക്കും മാളൂട്ടിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാവണമെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടെ കൂട്ടുന്നത്. പിന്നെ ഇപ്പൊ അവർക്ക് അതൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. പേരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുട്ടികളോട് ചെയ്യാൻ പറ്റുന്നത് മണ്ണിനെ കുറിച്ചും കൃഷികളെ കുറിച്ചും ചെടികളെ കുറിച്ചും മരങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. പിന്നീട് അവരുടെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി അവയർനെസ് കിട്ടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഭാവിയിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ പയറ് പറിക്കലൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്.
അത്യാവശ്യം നല്ല രീതിയിൽ പയർ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചുവന്ന പയറും പച്ചപ്പയറും വള്ളിപ്പയറും ഒക്കെയാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് പച്ചപ്പയറും ചുവന്ന പയറും മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ കറി വയ്ക്കാനുള്ള പയർ നമ്മളിന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഇതൊക്കെയായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത പയർ നല്ല ഫ്രഷ് പയറാട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. അത്രയും ഭംഗിയാണ് കാണാൻ. കഴിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ പൊട്ടിച്ചെടുത്ത പയറൊക്കെ കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പയറുപ്പേരി വെക്കാന്നാണ് പറയുക. അപ്പോൾ പയറുപ്പേരി വെച്ചതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയി കണ്ടോളൂ കേട്ടോ. നമുക്കുള്ള സ്ഥലത്ത് ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കൃഷി ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.